നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമുക്കിടയിൽ ഒരുപാട് ഷുഗർ ക്രാവിങ്സ് ഉള്ള ആളുകൾ ഉണ്ടാവും അല്ലേ? ഷുഗർ വല്ലാണ്ട് ഇഷ്ടമാണ്. മധുരമുള്ള സാധനങ്ങൾ, ഇപ്പോൾ ലഡു, ജിലേബി, അലുവ മുതലായ സ്വീറ്റ്സ് ഇഷ്ടമുള്ള ആളുകളുണ്ട്. അല്ലാതെ ചായയിൽ ഒരുപാട് മധുരം യൂസ് ചെയ്യുന്നവരുണ്ട്. പായസം, അതുപോലെ ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ വല്ലാണ്ട് ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒഴിവാക്കണം, എൻ്റെ ഹെൽത്തിന് അത്ര നല്ലതല്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാനൊന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം പോലും അല്ല. എല്ലാവരും ഇഷ്ടംപോലെ വീഡിയോസ് കാണുന്നുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി അറിയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഷുഗർ ബോഡിക്ക് അത്ര നല്ലതല്ല എന്നുള്ളത്. ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ പോലും ഒരു ഫംഗ്ഷന് ഒരു പായസം കിട്ടിയാലോ ഐസ്ക്രീം കിട്ടിയാലോ ഒക്കെ കഴിക്കാത്തവരായിട്ട് വളരെ കുറവ് ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷുഗർ ക്രാവിങ്സ് എങ്ങനെയാണ് നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുപ്പം മുതലേ നമ്മൾ കഴിച്ച് ശീലിക്കുന്ന ഒരു ആഹാരമാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്, പഞ്ചസാര എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഈ വീനിങ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അമ്മയുടെ മുലപ്പാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറുക്കാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കുറുക്കിൽ തന്നെ എല്ലാവരും തന്നെ ഷുഗർ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ശർക്കര ആയിട്ടാണെങ്കിലും പഞ്ചസാര ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കൽക്കണ്ട ആയിട്ടാണെങ്കിലും ഇതൊക്കെ സെയിം കാറ്റഗറി തന്നെ കേട്ടോ. ഇതിലൊന്നും ഒരു സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല, സെയിം കാറ്റഗറി തന്നെയാണ്. കാലറിയൊക്കെ എല്ലാത്തിലും തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ മധുരം ഫീൽ ചെയ്യും കുട്ടിക്ക്. ഈ മധുരം ഉള്ള ആഹാര സാധനങ്ങൾ അത് വളർന്നു വരുമ്പോൾ പലതരം മധുരങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരും. കുട്ടികളാകുമ്പോൾ മിഠായികൾ ഒരുപാട് വാങ്ങിക്കൊടുക്കും. വീട്ടിൽ വിരുന്ന് വരുന്ന ആളുകളും ചോക്ലേറ്റ്സ്, ഐസ്ക്രീം ഒക്കെ ആയിരിക്കും ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. സാധാരണ അങ്ങനെയാണല്ലോ. വിരുന്ന് വരുന്നവരിൽ വളരെ കുറച്ച് വിഭാഗക്കാർ മാത്രമേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരാറുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. കുട്ടികൾക്കൊക്കെ അതായിരിക്കും വീട്ടിൽ ഇഷ്ടം എന്ന് കരുതിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് വലുതാകുമ്പോൾ ഇത്രയും വർഷം കണ്ടിന്യൂസ് നമ്മൾ ഷുഗർ യൂസ് ചെയ്യാണ്. ഒരു 40 വയസ്സുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് 40 വർഷത്തോളം മധുരം യൂസ് ചെയ്യുകയാണ്. അപ്പോൾ 40 വയസ്സിന് നമ്മൾ വിചാരിക്കുകയാണ് ഇനി ബോഡിക്ക് അത്ര നല്ലതൊന്നുമല്ല ഷുഗർ, അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെയാണ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഷുഗർ എന്ന് പറയുന്നത് ഒരു ഡ്രഗ് പോലെയാണ് കേട്ടോ നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഒരു ശ്വാസം മുട്ടായിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി. വല്ലാത്ത വീസിങ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ്. ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് സ്പ്രേ എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അതായത് ഈ സ്പ്രേ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി, ഡോക്ടറെ റെഗുലറായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സ്പ്രേ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വീസിങ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ എന്താ ചെയ്യുക? രാവിലെയും വൈകിട്ടും സ്പ്രേ അടിക്കാൻ പറഞ്ഞിരുന്ന ഡോക്ടർ ഒരു നേരം ആക്കും. ഒരു നേരം നിങ്ങൾ ഇനി അടിച്ചാൽ മതി എന്ന് പറയും. ഒരു നേരം നിങ്ങൾ അടിച്ചു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നീട് ഡോക്ടർ പറയാണ്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറയാണ്, ഒന്നരാടം നിങ്ങൾ അടിച്ചാൽ മതി എന്ന് പറയുന്നു. ഒന്നരാടം അങ്ങനെ കൊടുത്തു. പിന്നെ അത് ലാസ്റ്റ് ഡോസ് കുറച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഒരു റെഗുലർ മെഡിസിൻസിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്, മെഡിസിൻസ് ഒഴിവാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഷുഗറും. നിങ്ങൾ ഒറ്റയടിക്ക് ഷുഗർ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടതിൽ ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു, 2 ആഴ്ച ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിന്നിന് വളരെ ഇതുണ്ടാവും. 2 ആഴ്ചത്തേക്ക് എനിക്ക് ഒഴിവാക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ആശ്വാസമായി, സ്കിന്ന് നല്ലതായി, ബെല്ലി ഫാറ്റ് കുറഞ്ഞു, അതുപോലെ വെയിറ്റ് കുറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിയാണ്, പക്ഷേ എല്ലാവരുടെയും മെൻ്റൽ കപ്പാസിറ്റി സെയിം ആവില്ല കേട്ടോ. ചിലർക്ക് മെൻ്റലി എന്ത് കാര്യവും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കുറച്ച് സ്ട്രോങ് ആയിരിക്കും മെൻ്റലി, അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ ഷുഗർ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, വല്ലാത്ത ക്രാവിങ്സ് ഷുഗറിനോടുള്ള ഒരാൾക്കൊന്നും പെട്ടെന്ന് ഇങ്ങനെ 2 ആഴ്ചത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഷുഗർ കുറയ്ക്കാനൊന്നും സാധിക്കില്ല. കാരണം അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. ഡിപ്രഷനൊക്കെ കൂടി സൂയിസൈഡ് ടെംപ്റ്റേഷൻ വരെ കാണിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഷുഗർ അങ്ങനെ ആരും തന്നെ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ഷുഗർ ഉപയോഗിക്കുന്നവർ അത് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി ആദ്യം കുറയ്ക്കാം. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഷുഗർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, നല്ലതായിട്ട് പഞ്ചസാര കലക്കിയിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കുടിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു വ്യക്തി ആദ്യം ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് 2 ടേബിൾ സ്പൂൺ ആക്കാം, പിന്നീട് 1 ടേബിൾ സ്പൂൺ ആക്കാം,
പിന്നീട് 1/2 ടേബിൾ സ്പൂൺ ആക്കാം, പിന്നീട് 1/4 ടേബിൾ സ്പൂൺ ആക്കാം, അങ്ങനെ ലാസ്റ്റ് നിർത്താം. ഇത് എത്ര നാൾ കൊണ്ട് വേണം ഇങ്ങനെ നിർത്താനായിട്ട്? ഒരു 1.5 മാസമെങ്കിലും എടുത്തിട്ട് വേണം ഷുഗർ ക്വാണ്ടിറ്റി കുറച്ച് നിർത്താനായിട്ട്. അല്ലാതെ പെട്ടെന്ന് ഒരിക്കലും നിങ്ങൾ ഷുഗർ കുറയ്ക്കരുത്. 1.5 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞാലും വലിയ പ്രോബ്ലം വരില്ല. ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് യൂസ് ചെയ്യുക. പിന്നീട് ഷുഗർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒറ്റയടിക്ക് ഒരിക്കലും ഷുഗർ സ്റ്റോപ്പ് ചെയ്ത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് വേണം നിർത്താനായിട്ട്. എന്നാൽ മാത്രമേ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൽക്കഹോൾസും സ്മോക്കിങ്ങും ഒക്കെ ഡോക്ടേഴ്സ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല. കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്ന് പറയും. കുറച്ച് കൊണ്ടുവന്നിട്ട് വേണം നിർത്താനെന്നാണ് പറയാറ് സാധാരണ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്രാഷ് ഡയറ്റിലോട്ട് പെട്ടെന്ന് പോകുന്നവരുണ്ട്. വളരെ ഫുഡി ആയിരിക്കും, എപ്പോഴും ഭക്ഷണം കഴിക്കണം, ഭക്ഷണത്തോട് വലിയ ഇഷ്ടമുള്ള ആൾക്ക് പെട്ടെന്ന് ക്രാഷ് ഡയറ്റിലോട്ട് പോകുമ്പോൾ അതും ഇതുപോലെ മെൻ്റൽ ഡിസ്റ്റർബൻസസ് നമുക്ക് ഉണ്ടാക്കും. കാരണം ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഏത് ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാലും ഫുഡ് കൊടുക്കുന്നത്. ഫുഡായിരിക്കും മെയിനായിട്ട് ഹൈലൈറ്റ് അല്ലേ? നമ്മളൊരു കല്യാണത്തിന് പോകുന്നു, നമുക്ക് അവിടെ എന്ത് ഫുഡാണ് അതിനെക്കുറിച്ചായിരിക്കുമല്ലോ കൂടുതൽ സംസാരവും കാര്യങ്ങളും. ഫുഡ് വളരെ മോശമായിരുന്നു, ഫുഡ് വളരെ നല്ലതായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പം അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഫുഡുമായിട്ട് അവരുടെ ഇമോഷൻസ് വല്ലാണ്ട് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങളെ ഒരു കല്യാണത്തിന് വിളിക്കുകയാണ്, നിങ്ങൾ അവിടെ ചെല്ലുകയാണ്, അവിടെ ഫുഡ് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. പെണ്ണിനും ചെക്കരെയും നമ്മൾ ജസ്റ്റ് ആശംസിച്ചിട്ട് തിരിച്ചു പോരുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വരില്ല. എന്നിട്ട് ഇവർ കാണിക്കുന്നത് ഫുഡ് പോലും ഇല്ല, നല്ല ഭക്ഷണം പോലും ഇല്ല, ഭക്ഷണമൊന്നും തന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ നിങ്ങൾ? അതാണ് പറഞ്ഞത്, ഫുഡ് എപ്പോഴും ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, ഫുഡ് കുറയ്ക്കുമ്പോൾ ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.